വിദ്യാഭ്യാസത്തിൽ ഒരു പാഠ്യപദ്ധതി എന്നത് വിദ്യാർത്ഥികളുടെ അനുഭവങ്ങളുടെ ആകത്തുകയായി നിർവചിക്കപ്പെടുന്നു. വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഈ പദം പലപ്പോഴും പ്രത്യേകമായി സൂചിപ്പിക്കുന്നത് ഒരു ആസൂത്രിതമായ പ്രബോധന ക്രമത്തെയാണ്, അല്ലെങ്കിൽ അധ്യാപകന്റെ അല്ലെങ്കിൽ സ്കൂളിന്റെ പ്രബോധന ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിയുടെ അനുഭവങ്ങളുടെ വീക്ഷണത്തെയാണ്. പ്രബോധനപരമായ ഉള്ളടക്കം, മെറ്റീരിയലുകൾ, വിഭവങ്ങൾ, വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള മൂല്യനിർണ്ണയ പ്രക്രിയകൾ എന്നിവയുമായി വിദ്യാർത്ഥികളുടെ ആസൂത്രിതമായ ഇടപെടൽ ഒരു പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താം. പാഠ്യപദ്ധതികൾ പല വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. സ്പഷ്ടമായത്, പരോക്ഷമായത്, മറഞ്ഞിരിക്കുന്നവ ഉൾപ്പെടെ ഒഴിവാക്കിയവ, പഠ്യേതരമായത്. പാഠ്യപദ്ധതി എന്ന വാക്ക് ലാറ്റിൻ പദമായിട്ടാണ് ആരംഭിച്ചത്. അതിനർത്ഥം ഒരു ഓട്ടം അല്ലെങ്കിൽ ഒരു ഓട്ടത്തിൻ്റെ ഗതി എന്നതാണ്. പാഠ്യപദ്ധതിക്ക് നിർണായകമായത് കോഴ്സ് ലക്ഷ്യങ്ങളുടെ നിർവചനമാണ്. അത് സാധാരണയായി പഠന ഫലമായി പ്രകടിപ്പിക്കുകയും സാധാരണയായി പ്രോഗ്രാമിൻ്റെ മൂല്യനിർണ്ണയ തന്ത്രം ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ഈ ഫലകങ്ങളും വിലയിരുത്തലുകളും യൂണിറ്റുകളായി തരംതിരിച്ചിട്ടുണ്ട്. അതിനാൽ പാഠ്യപദ്ധതിയിൽ അത്തരം യൂണിറ്റുകളുടെ ഒരു ശേഖരം ഉൾപ്പെടുന്നു. ഓരോന്നിനും പാഠ്യപദ്ധതിയുടെ ഒരു പ്രത്യേക ഭാഗം ഉൾപ്പെടുന്നുണ്ട്. അതിനാൽ ഒരു സാധാരണ പാഠ്യപദ്ധതിയിൽ ആശയവിനിമയം, സംഖ്യാശാസ്ത്രം, വിവര സാങ്കേതികവിദ്യ, സാമൂഹ്യ നൈപുണ്യ യൂണിറ്റുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. സ്കൂളിലെയും സമൂഹത്തിലെയും വിദ്യാർത്ഥികളുടെ ആത്മീയവും ധാർമ്മികവും സാംസ്കാരികവും മാനസികവും ശാരീരികവുമായ വികസനം പ്രോത്സാഹിപ്പിക്കുകയും സ്കൂളിലെ വിദ്യാർത്ഥികളെ അവസരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, അനുഭവങ്ങൾ എന്നിവയ്ക്കായി സജ്ജമാക്കുകയും ചെയ്യുന്ന സന്തുലിതവും വിശാലവുമായ ഒരു പാഠ്യപദ്ധതി ഓരോ സംസ്ഥാന സ്കൂളും വാഗ്ദാനം ചെയ്യണം. പിന്നീടുള്ള ജീവിതം നിയമാനുസൃത പാഠ്യപദ്ധതി വിഷയങ്ങളിൽ ഓരോന്നിനും പ്രസക്തമായ പ്രധാന ഘട്ടങ്ങളിൽ ആ വിഷയങ്ങളിൽ പഠിപ്പിക്കേണ്ട ഉള്ളടക്കവും കാര്യങ്ങളും വ്യക്തമാക്കുന്ന ഒരു പഠന പരിപാടി രൂപീകരിക്കപ്പെടണം. അധ്യാപകർ ഓരോ വിദ്യാർത്ഥിക്കും ഉയർന്ന പ്രതീക്ഷകൾ വയ്ക്കണം. പ്രതീക്ഷിച്ച നിലവാരത്തേക്കാൾ ഉയർന്ന നിലവാരമുള്ള വിദ്യാർത്ഥികൾക്കായി അവർ സ്ട്രെച്ചിങ് പോലുള്ള ജോലികൾ ആസൂത്രണം ചെയ്യണം. ബോധപൂർവം അഭിലാഷമുള്ള ലക്ഷ്യങ്ങൾ സജ്ജീകരിക്കുന്നതിന് അധ്യാപകർ ഉചിതമായ വിലയിരുത്തൽ ഉപയോഗിക്കണം. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക്